വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഔദ്യോഗിക സ്വീകരണം ഇന്നാണ്. ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാണ്. വിഴിഞ്ഞത്ത് ഉദ്ഘാടന വേദിക്ക് സമീപത്ത് നിന്ന് എസ് വിജയകുമാർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു. വിജയകുമാർ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഇപ്പോൾ വേദിക്കകത്തായോ? ഇതുവരെ പുറത്തായിരുന്നല്ലോ. വിവരങ്ങൾ. എസ് കെ, നമ്മൾ ആ വേദിയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 7:30യോടുകൂടി മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ വേദിയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 10 മണിക്ക് തന്നെ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിയും കരൺ അദാനിയും ഈ ചടങ്ങിൽ പങ്കെടുക്കും. അതുകൊണ്ട് 10 മണിക്ക് തന്നെ ചടങ്ങ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ എസ് കെ കാണാം, വലിയൊരു വേദി, ഒരു പന്തൽ, പടുകൂറ്റൻ പന്തൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ചില പ്രതിഷേധങ്ങളൊക്കെ നടന്നത് നമ്മളുടെയൊക്കെ ഓർമ്മയിലുണ്ടല്ലോ. അപ്പോൾ ആ പ്രതിഷേധങ്ങളൊക്കെ കെട്ടടങ്ങി എന്നും പരമാവധി നാട്ടുകാർ എന്ന് വെച്ചാൽ പ്രാദേശിക ആളുകളെ തന്നെ, ഈ പ്രദേശത്തുള്ള ആളുകളെ തന്നെ പരമാവധി ഇതിൽ പങ്കെടുപ്പിക്കണമെന്നും സർക്കാർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ആ തരത്തിൽ നിരവധി ആളുകളെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു പന്തൽ തയ്യാറാക്കിയിരിക്കുന്നത്. നാട്ടുകാർ തന്നെ ഈ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കും എന്ന് സ്ഥാപിക്കാൻ കൂടി, എന്ന് തെളിയിക്കാൻ കൂടി ഈ അവസരം സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്, സംഘാടകർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഇവിടേക്ക് ആളുകൾ ധാരാളമായി എത്തുമെന്നാണ് ആളുകൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇതിപ്പോൾ UDF അവരുടെ നേതാക്കളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കളെ ഒന്നും ഇതിലേക്ക് ക്ഷണിക്കാത്ത സാഹചര്യത്തിൽ വിട്ടുനിൽക്കുകയാണ്. അപ്പോൾ ആ വിട്ടുനിൽക്കലൊന്നും ഈ പരിപാടിയെ ബാധിക്കുന്നില്ല എന്ന് തെളിയിക്കണം. അതുകൊണ്ട് പരമാവധി ആളുകൾ ഇവിടേക്ക് എത്തണം എന്നൊരു തീരുമാനം പ്രാദേശിക തലത്തിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് ഇരിക്കാനുള്ള വലിയൊരു വേദി, ഒരു പന്തൽ തയ്യാറാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ, കരൺ അദാനി, അതുകൂടാതെ മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ധാരാളം പോലീസിന്റെ ഒരു പ്രത്യേക സുരക്ഷ ഈ മേഖലയിൽ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ലത്തീൻ അതിരൂപതയുടെയൊക്കെ പ്രതിഷേധം ഈ പ്രദേശങ്ങളിൽ മാസങ്ങളോളം ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു പ്രതിഷേധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കുറെ കൂടി കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ദൃശ്യങ്ങളിൽ സാൻ ഫെർണാണ്ടോ എന്ന ആ പടുകൂറ്റൻ മദർഷിപ്പ് അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കണ്ടെയ്നർ ഇറക്കുന്ന ജോലിയില്ല. ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബാക്കി കണ്ടെയ്നർ കൂടി ഇറക്കുക. ഫീഡർ വെസലുകൾ നാളെയോടെ ഇവിടെ എത്തി ഇവിടെ ഒന്നും ഈ ഇറക്കി വയ്ക്കുന്ന കണ്ടെയ്നറുകൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും 2 തുറമുഖത്തേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റു തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും SKN പൂർത്തിയായിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് വേദി സജ്ജമായി കഴിഞ്ഞു SKN എല്ലാ അർത്ഥത്തിലും. വിജയകുമാർ.